സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ തമ്മിലടി തുടരുകയാണ്. നീണ്ടു പോവുകയാണ് ദില്ലിയിൽ നടക്കുന്ന ചർച്ച. ഒരു തീരുമാനവും ആകുന്നില്ല. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ നേർക്കുനേർ അടി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് എംപിമാർ വലിയ സമ്മർദ്ദം ചെലുത്തുന്നത്. മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമായും കെ സുധാകരനും അടൂർ പ്രകാശും. അപ്പോഴാണ് ഒരു പുതിയ വാർത്ത പുറത്തു വരുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച, അതിനു മുമ്പും എന്ന് വെച്ചാൽ 2011-ലും 2016-ലും 2021-ലും മത്സരിച്ച വി എസ് ശിവകുമാറിന് സീറ്റില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. വി എസ് ശിവകുമാറിന് തിരുവനന്തപുരത്ത് ഇത്തവണ മത്സരിക്കാൻ കഴിയില്ല എന്ന്. അരുവിക്കര മത്സരിക്കാം എന്നാണ് വി എസ് ശിവകുമാറിനോട് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത്. മാനസികമായി അതിന് തയ്യാറെടുത്തിരുന്നു അദ്ദേഹം. എന്നാൽ തിരുവനന്തപുരത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദം ശക്തമാക്കി വി എസ് ശിവകുമാർ. എന്നാൽ ഇപ്പോഴിതാ വി എസ് ശിവകുമാറിനെ വെട്ടി CMB സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നു. CP ജോൺ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു, തിരുവനന്തപുരത്ത് ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലം CMBക്ക് തരുമെന്ന സൂചന നേരത്തെ ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് എന്ന്. അത് കഴിഞ്ഞ് വി എസ് ശിവകുമാർ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടപ്പോഴാണ് മനസ്സിലാവുന്നത് അരുവിക്കരയും മത്സരിക്കാൻ ഇത്തവണ സാധ്യതയില്ല വി എസ് ശിവകുമാറിന് എന്ന്. അരുവിക്കരയിലും സീറ്റില്ല എന്ന്. വേണമെങ്കിൽ പാറശാല മത്സരിക്കൂ എന്നാണ് വി എസ് ശിവകുമാറോട് പറഞ്ഞിരിക്കുന്നത്. വി എസ് ശിവകുമാർ ചെറിയ പുള്ളിയല്ല. വി എസ് ശിവകുമാർ NSSന്റെ പിന്തുണയുള്ള കോൺഗ്രസിലെ നേതാവാണ്. വി എസ് ശിവകുമാറിനെ മന്ത്രിയാക്കുന്നതും MLA ആക്കുന്നതും നേരത്തെ MP ആക്കുന്നതും എല്ലാം NSSന്റെ നിർദ്ദേശപ്രകാരമാണ്. അങ്ങനെയുള്ള വി എസ് ശിവകുമാറിനെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് അപമാനിക്കുന്നത്, കോൺഗ്രസ് നേതൃത്വം അപമാനിക്കുന്നത്. എന്ന് വെച്ചാൽ പരോക്ഷമായി NSSനെയാണ് അപമാനിക്കുന്നത് എന്ന് പറയേണ്ടി വരും. NSSും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ അത്ര യോജിപ്പിലല്ല. വി ഡി സതീശനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. അതിനുള്ള പ്രതികാരമാണോ വി എസ് ശിവകുമാറിലൂടെ തീർക്കുന്നത് എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ചോദിക്കുന്നത്. തിരുവനന്തപുരത്ത് NSSന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. NSSന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് വി എസ് ശിവകുമാർ ജയിച്ചു വരുന്നതും. എന്നാൽ കഴിഞ്ഞ തവണ 2021-ൽ മാത്രമാണ് വി എസ് ശിവകുമാർ പരാജയപ്പെട്ടത് എന്നോർക്കണം. NSSന്റെ നല്ല പിന്തുണയോടുകൂടിയാണ് എപ്പോഴും വി എസ് ശിവകുമാർ മത്സരിക്കുന്നത്. അങ്ങനെ NSS കളിയുമായി കോൺഗ്രസിലേക്ക് വരണ്ട, അതല്ലെങ്കിൽ താങ്കളുടെ തലതൊട്ടപ്പനായ NSSന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരോട് പറഞ്ഞേക്ക് ഈ കളികളൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന്. ഇതാണോ വി ഡി സതീശന്റെ മനസ്സിലിരിപ്പ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും NSSന്റെ മാനസപുത്രനായ വി എസ് ശിവകുമാറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടുന്നത് പോലെ തട്ടുകയാണ് ഇപ്പോൾ വി ഡി സതീശൻ ചെയ്യുന്നത്. അത് NSSനോടുള്ള പ്രതികാരമാണ് എന്ന നിലപാടാണ്. പ്രത്യേകിച്ച് NSS ജനറൽ സെക്രട്ടറിയോടുള്ള പ്രതികാരമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്.